ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഐശ്വര്യ, എൻ്റെ ചാനലിൻ്റെ പേര് ഐശ്വര്യാസ് വേൾഡ്. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് ഞാൻ ഇപ്പം വ്ളോഗ് ഒരു 2 months ശേഷമാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേർക്ക് പുതിയതായിരിക്കും എൻ്റെ ഒരു സംസാരിക്കുന്ന ഒരു വ്ളോഗ്. എപ്പോഴും ഞാൻ ഷോർട്സാണ് അപ്പോൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത്. പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഞാൻ വ്ളോഗ്സ് പോസ്റ്റ് ചെയ്തിരുന്നപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഐ തിങ്ക് ഇറ്റ് വാസ് ഒരു 600 to 700 സബ്സ്ക്രൈബേഴ്സിലായിരുന്നു ഞാൻ. ആൻഡ് ഈ പാസ്റ്റ് 2 months കൊണ്ട് ഞാനൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തി. 1000 സബ്സ്ക്രൈബേഴ്സായി, 2000 ആയി. ഇപ്പം ഞാൻ 3200+ സബ്സ്ക്രൈബേഴ്സ് ദൈവം അനുഗ്രഹിച്ച് എത്തി നിൽക്കുകയാണ്. അപ്പം ഇത്രയും സബ്സ്ക്രൈബേഴ്സ്, ഇത്ര ആൾക്കാർ എൻ്റെ ഷോർട്സും കാര്യങ്ങളും കാണുന്നുണ്ട്, എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് പുതിയൊരു വ്ളോഗ് ഇട്ടുകൂടാ. ബിക്കോസ് ഇവരൊന്നും എൻ്റെ ചാനലിൽ പോയി എൻ്റെ പഴയ വ്ളോഗ്സ് കാണണം എന്നുണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ വ്ളോഗ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്ക്ലി ഒരു വ്ളോഗ്, 7 days കൂടുമ്പോൾ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. എൻ്റെ കണ്ടൻറ്റ്സ് എനിക്ക് കിട്ടുന്നതനുസരിച്ചായിരിക്കും അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ടാറ്റൂസ്. ഓക്കെ, തമ്പനിയിൽ കണ്ടല്ലോ എത്ര ടാറ്റൂസ് എനിക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, എന്നെ പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേര്, എന്നെ കാണുന്നവർ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവർ, അങ്ങനെ. അപ്പം എന്നെ അറിയാവുന്നവർക്ക് എനിക്ക് തോന്നുന്നില്ല അതിലൊരു എൻ്റെ 3000 സബ്സ്ക്രൈബേഴ്സിനകത്ത് എന്നെ അറിയാവുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം നമുക്കത് അറിയാനുള്ള വഴിയില്ല. സബ്സ്ക്രൈബേഴ്സിൽ അധികം കൂടുതൽ ആൾക്കാരും എനിക്കറിയാത്ത ആൾക്കാരാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എനിക്കതാ തോന്നുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എത്ര ടാറ്റൂസ് ഉണ്ടെന്നൊന്നും അധികം ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഈ ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്ന നീതുമോൾ എന്ന് പറയുന്ന കണ്ടൻറ് ക്രിയേറ്റഡ് ബിജിൻ ജെ ജോർജ് ആണോ ആണെന്ന് തോന്നുന്നു, അവർ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ്സാണ് ഞാൻ എനാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ഞാൻ #നീതുമോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ബിക്കോസ് എനിക്ക് അവരുടെ കണ്ടൻറ്റ്സ് എനിക്കിങ്ങനെ ഈ കണ്ടൻറ്റ് അവരുടെ സ്റ്റോറി ലൈൻ അവർക്ക് ക്രിയേറ്റ് ചെയ്യാനും എടുക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എനിക്ക് അതിനുള്ള ഇതില്ല, അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല, അതൊക്കെ കുറവാണ്. അപ്പം എനിക്ക് പക്ഷേ എനാക്ട് ചെയ്യാൻ, ഡയലോഗ് ലിപ്സിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. സത്യമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ നല്ല രസമാണ്. ഓരോ കണ്ടൻറ്റ്സ് ആണെങ്കിലും, അവരുടെ ഓരോ സ്റ്റോറീസ് ആണെങ്കിലും, ത്രെഡില്ലേ, ഓരോ ഷോട്ടിന് ഓരോരോ കഥ ഉണ്ടല്ലോ, ആ കഥ ആക്ട് ചെയ്യാനാണെങ്കിലും ആ ക്യാരക്ടറിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നത്. അതുകൊണ്ട് അതൊരു രസമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷോർട്സ് വഴിയാണ് എനിക്ക് റീച്ച് അധികം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വ്ളോഗ് എൻ്റെ ടാറ്റൂസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് ഡയറക്റ്റ് പോവാം. ഓക്കെ, അപ്പോൾ എത്ര ടാറ്റൂസ് ഉണ്ട്? ഓക്കെ, ഞാൻ പറയാം. എനിക്കിപ്പോൾ ടോട്ടൽ 10 ടാറ്റൂസ് ഉണ്ട്. 10 ടാറ്റൂസ്. അപ്പോൾ എൻ്റെ ഈ ഷോർട്സ് വീഡിയോസിനകത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടാവണം. ബിറ്റ്സ് ആൻഡ് പാർട്സ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലൊക്കെ നോട്ടീസ് ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, വേറെ ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ വേറെ കാര്യമാണ്. പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട്, യൂഷ്വലി ആൾക്കാർ ടാറ്റൂസ് ചെയ്യുമ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അതിലൊരു അർത്ഥമുള്ള ടാറ്റു, മീനിങ് ഫുള്ളായ ടാറ്റു, അത് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ടാറ്റൂസ് കാണും. ചിലർ അങ്ങനെ മാത്രം നോക്കി ടാറ്റു ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തു തുടങ്ങിയ ആളല്ല. ഓക്കെ, എൻ്റെ വീട്ടുകാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഒരു ടൈം വരെ. അപ്പോൾ
എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാറ്റു ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും വെറുതെ ഇനി അവരുടെ അടുത്ത് പോയി പറഞ്ഞ് അവരായിട്ട് ബഹളം വെച്ച് അടി ഉണ്ടാക്കി ഒരു ബഹളമെല്ലാം കഴിഞ്ഞ് അവസാനം ഇനി അങ്ങനെ എതിർത്ത് നിന്ന് ഈ പോരാടി ഫൈറ്റൊക്കെ ചെയ്ത് നിന്ന് ഇത് ചെയ്യുന്നതിൽ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ട്രെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ടാറ്റു എൻ്റെ ഫസ്റ്റ് ടാറ്റു ചെയ്തത് ഇതാണ് കേട്ടോ, എൻ്റെ ഫസ്റ്റ് ടാറ്റു. ഇതിപ്പം ക്യാമറ തിരിഞ്ഞ് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇത് ആക്ച്വലി ബിലീവാണ്. ബിലീവ് എന്നാണ് ഈ ടാറ്റു എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ടാറ്റു ഫസ്റ്റ് ചെയ്യാനുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ടാറ്റു എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് 10 years ആയിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ കേൾക്കുന്നതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ കേൾക്കുന്നതാണ് അമ്മയ്ക്ക് ടാറ്റു ചെയ്യണം എന്നൊരാഗ്രഹം. ഒരു ചെറിയ ടാറ്റു മതി, ഒരു ചെറിയ ടാറ്റു, അത് ഇതെന്നൊക്കെ പറഞ്ഞ് അമ്മ എപ്പോഴും പറയും. അപ്പം ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ ഒരു 10 years ബാക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ മൈൻഡ് ഒക്കെ ഭയങ്കര അത്ര ഓപ്പൺ ആയിരിക്കില്ലല്ലോ, ആ കാലമല്ലേ. അപ്പോൾ എൻ്റെ വീട്ടുകാർ അതേപോലെ. അപ്പം ആർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ലൈക്ക് എൻ്റെ അച്ഛൻ ഇതിലൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം. അപ്പം അങ്ങനെ അമ്മയുടെ ക്ലോസ് ഫ്രണ്ട്, നമ്മുടെ ഫാമിലി റിലേറ്റീവ് ഒരാൾ ഇതേപോലെ ചെയ്തു. നമ്മുടെ ഒരു ആൻറ്റി ചെയ്തു ഇതേപോലെ. അത് ചെയ്തപ്പം അമ്മയ്ക്ക് ഫൈനലി ലൈക്ക് ഇത്ര നാളും ചെയ്ത് ലൈക്ക് അങ്ങനെ അത് പറഞ്ഞ് 10 വർഷം കൊണ്ട് ഇങ്ങനെ ഒരാളൊരു കാര്യം കേൾക്കുന്ന സമയത്ത് ഫൈനലി അയാൾ സമ്മതിക്കും. അങ്ങനെ എൻ്റെ അച്ഛൻ ഫൈനലി ഓക്കെ പറഞ്ഞു. ഓക്കെ, ബിക്കോസ് ആൻറ്റി ചെയ്യുന്നുണ്ട്, സോ നമുക്ക് ചെയ്യാം എന്നുള്ള കോൺസെഷനിലെത്തി. അമ്മയ്ക്ക് സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. സോ ഷി വാസ് റെഡി ടു ഡു ഇറ്റ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്ച്വലി പോയത് റാം ടാറ്റൂസ്, ട്രിവാൻഡ്രത്തുള്ള റാം ടാറ്റൂസിലാണ് ഫസ്റ്റ് ടാറ്റു ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഈ 10 ടാറ്റൂസിൽ ഈ 10 ടാറ്റൂസിൽ ഓൾമോസ്റ്റ് 7 ടാറ്റൂസ് ഞാൻ അവിടെ തന്നെയാണ് ചെയ്തത്. ഒരു അവസാനം ചെയ്ത ഒരു 2-3 എണ്ണം മാത്രം ഞാൻ വേറെ പ്ലേസിലാണ് ചെയ്തത്. അപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അമ്മ കുറേ പെർമിഷൻ എല്ലാം റെഡി ആയപ്പോഴത്തേക്കും പിന്നെ ഡിസൈൻസ് തപ്പാൻ പോയി. ഡിസൈൻസ് കണ്ടുപിടിച്ചു, ഒരു ഡിസൈൻ നോക്കി വെച്ചു. ലൈക്ക് അതൊരു റിലീജിയസ് ടൈപ്പ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ ഒരു ഓം എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു രുദ്രാക്ഷം പോലെ, അത് ഞാൻ അതിൻ്റെ പിക്ചർ ഞാനിവിടെ മുകളിൽ സൈഡിൽ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്ത ടാറ്റു. അപ്പം അമ്മയ്ക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരെണ്ണം ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി ഞാൻ ചെയ്തതാണ് ഇതായിരുന്നു അപ്പം എൻ്റെ ഫസ്റ്റ് ടാറ്റു. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നത് അത് ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഈ ടാറ്റു ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണുന്നത് രശ്മിക മന്ദാനയുടെ മറ്റേ ഇർറിപ്ലേസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടാറ്റു. അപ്പം ഈ ഭാഗമായിരുന്നു പൊതുവെ എല്ലാവരും അങ്ങനെ ടാറ്റു ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അത് കണ്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷമാണ് ഞാനത് കാണുന്നത്. അപ്പോൾ പൊതുവെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഈ പോർഷനാണ്. അപ്പോൾ ഇവിടെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ടാറ്റു. ഇത് ഞാൻ ഫസ്റ്റ് അവിടുന്ന് ഈ ഭാഗത്ത് തന്നെ ഞാൻ ചെയ്തു. പെയിൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൊതുവെ പെയിൻ ടോളറൻസ് ഉള്ള ഒരാളാണ് ആക്ച്വലി. എനിക്ക് വലിയ അങ്ങനെ ചോര പേടി, ഇഞ്ചക്ഷൻ കുത്താൻ പേടി, അങ്ങനത്തെ ടൈപ്പ് ആളൊന്നും അല്ല. അതുകൊണ്ട് എനിക്കിതിന് പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഒരു ഫസ്റ്റ് ലെയർ ടു സെക്കൻഡ് ലെയറിലാണ് ഈ നീഡിൽ ഇങ്ങനെ പ്രിക്ക് ചെയ്യുന്നത്. സ്പീഡിൽ ഇതിങ്ങനെ ഇതാവുന്നത് ഫസ്റ്റോ സെക്കൻഡ് ലെയറിലാണ്. അപ്പോൾ അതങ്ങനെ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അൺഈസിനെസ്, ആ ഒരു സെൻസേഷനാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് എൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അലറി വിളിക്കേണ്ട സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല. ഇങ്ങനെ എന്നുള്ള ഒരു പെയിനുണ്ട്. പക്ഷെ ഒരു തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങുള്ള സമയത്തുള്ള പ്രശ്നമുള്ളൂ. പിന്നെ അത് ആ ഭാഗത്ത് അങ്ങനെ കുറേ നേരം ആകുമ്പോഴത്തേക്കും ഒരു ചെറുതായിട്ടൊരു നമ്മുടെ സ്കിൻ യൂസ് ടു ആവുമല്ലോ. ലൈക്ക് കുറച്ച് നേരം വേദന എടുക്കുമ്പോഴത്തേക്ക് ഇതാവുമ്പോഴത്തേക്കും അത് പിന്നെ ഇച്ചിരി ഓക്കെ. മാക്സിമം കൂടിപ്പോയി ഒരു 10 മിനിറ്റ്സ് മാത്രം സഹിച്ചാൽ മതി. അപ്പോഴത്തേക്കും ടാറ്റു ഓൾമോസ്റ്റ് തീരും. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടാറ്റൂസും 10 മിനിറ്റ്സ് എടുക്കാറുള്ളൂ. പിന്നെ വലുതായിട്ട് ഒക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ എനിക്ക് പൊതുവേ ഈ ചെറിയ ടാറ്റൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോ എന്ന് പറയുന്നൊരു ഹോളിവുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വ്ളോഗറാണ്. ഓക്കെ, നോർത്ത് ഇന്ത്യയിലുള്ളൊരു വ്ളോഗറാണ് ബ്രൂണോ. അവളുടെ ബ്രൂണോ എന്നാണ് അവളുടെ യൂട്യൂബും ഇതിൻ്റെയൊക്കെ പേര്. അപ്പോൾ അവൾക്ക് ഒരുപാട് ടാറ്റൂസ് ഉണ്ട്. അപ്പോൾ അവളുടെ ടാറ്റൂസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഫസ്റ്റ് ചെയ്തു.
ഇത് മാത്രമാണ് വീട്ടിൽ ചോദിച്ച് ഞാൻ ചെയ്ത ടാറ്റു. സെക്കൻഡ് ഞാൻ ചെയ്യുന്ന ടാറ്റു എന്ന് പറയുന്നത് എൻ്റെ ഈ റോസാണ്. കാണാവോ? ഈ ഒരു റെഡ് റോസ്. ഓക്കെ, ഞാൻ ടാറ്റു ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് 2 years ബാക്കാണ്. 2.5 years ബാക്കായിരിക്കും. അതെ, അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടാറ്റു ചെയ്തത്. ഫസ്റ്റ് ടാറ്റു ചെയ്തിട്ട് ഒരു 6 months കഴിഞ്ഞപ്പോഴാണ് സെക്കൻഡ് ടാറ്റു. ഈ ടാറ്റുയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക്, ഓക്കെ, 2 years ബാക്ക് ഉണ്ടായിരുന്ന എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് സെൽഫായിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു മെമ്മറിക്ക് ഞാൻ ചെയ്തതാണിത്. ഇത് റെഡ് റോസ്, അകത്തൊരു റെഡ് ഷെയ്ഡിങ് കൊടുത്തിട്ടുള്ള ഒരു ടാറ്റു. അപ്പം ടാറ്റു ഒക്കെ ഒരുമാതിരി ഷെയ്ഡൊക്കെ വെച്ചാൽ ഡയറക്റ്റ് വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി ഇതാവും. അപ്പം ഐ എം സ്റ്റിൽ ഹാപ്പി. ഞാൻ ഇതിന് റീടച്ച് ചെയ്യാൻ ഒരു വട്ടം കണ്ട് വേറൊരു മൂന്നാമതോ നാലാമതോ ടാറ്റു ചെയ്യാൻ പോയപ്പോൾ ഇതിനെ മണ്ടേ കൂടെ ഒന്ന് റീഡ്രോ ചെയ്തായിരുന്നു. അല്ലാത്ത പക്ഷേ എനിക്കിനി ഇതൊന്നുകൂടെ ടച്ചപ്പ് ചെയ്യണം എന്നുള്ള ഫീലൊന്നും എനിക്കില്ല. ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ടാറ്റു. അതിൻ്റെ കഥ അതാണ്. അപ്പം ഇതും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് മാത്രം ഇങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ. കാരണം ഞാൻ നാട്ടിലായിരുന്നല്ലോ, ഞാൻ വർക്ക് ചെയ്തിരുന്ന നാട്ടിലാണ്. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഇവിടെ ബഹറിനിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പോൾ അതാണ് എൻ്റെ സെക്കൻഡ് ടാറ്റു. ഇതാണ് എൻ്റെ സെക്കൻഡ് ടാറ്റു. എൻ്റെ തേർഡ് ടാറ്റു ഏതായിരുന്നു? സത്യം പറയാൻ എനിക്കിപ്പോൾ എൻ്റെ ഓർഡറൊക്കെ മറന്നുപോയി. എൻ്റെ തേർഡ് ടാറ്റു ഐ ഗെസ് തേർഡ് ടൈമിൽ ഒറ്റൊരെണ്ണം അടിക്കാനല്ല പോയത്. ഇതാണെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ തേർഡ് ടാറ്റു എന്ന് തോന്നുന്നു. ഇതെൻ്റെ വീണ്ടും അപ്പോൾ ഞാൻ എൻ്റെ ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 months കൂടുമ്പം ഒരു ടാറ്റു അടിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഇത് ചെയ്യാൻ പോയപ്പം ഇത് മാത്രമാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ എൻ്റെ സ്റ്റാർ സൈൻ, ലൈക്ക് സോഡിയാക് സൈൻ ഇസ് ഏരീസ് ബേസിക്കലി. ഓക്കെ, മറ്റേ ഇങ്ങനെ വളഞ്ഞ കൊമ്പിരിക്കുന്ന ഒരു ബുള്ളിൻ്റെ, അതാണ് ഓക്സൺ കണ്ടാന്ന് തോന്നുന്നു, അതാണ് ഏരീസാണ് ഞാൻ. അപ്പം ഞാൻ അങ്ങനെ സോഡിയാക് സൈൻ വെച്ചിട്ടൊരു ടാറ്റു ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറും ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് ഏരീസിൻ്റെ ആ മെയിൻ സിംബലും കാണാവോ? ഇറ്റ്സ് പ്രിറ്റി, നല്ല രസമാണ്. എനിക്കിഷ്ടമായി ടാറ്റു. എൻ്റെ എല്ലാ ടാറ്റൂസും എനിക്കിഷ്ടമാണ്. ലൈക്ക് ഒരു ടാറ്റു ഞാൻ അടിച്ചിട്ടല്ലോ ഇത് വേണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, ഐ ലൈക്ക് ഓൾ. ഇത് എൻ്റെ തേർഡ് ടാറ്റു ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം, കാരണം എനിക്കിപ്പോൾ ഓർമ്മയില്ല എൻ്റെ തേർഡ് ടാറ്റു ഏതാണ്. പിന്നീട് നെക്സ്റ്റ് ഞാൻ ചെയ്തത് ഒരു മൂന്ന് ടാറ്റു ചെറുതായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒറ്റ അടിക്ക് ഞാൻ പോയിട്ട് 3 ടാറ്റൂസ് ചെയ്തു. അടുപ്പിച്ച് 3 എണ്ണം ചെയ്തു. ഇപ്പോൾ എത്ര നമ്മൾ കഴിഞ്ഞു? 3 എണ്ണം കണ്ടു കഴിഞ്ഞു. 4, 5, 6. ഓക്കെ, 4, 5, 6 ആണ് ഇനി അടുത്ത കാണിക്കാൻ വന്നത്. ഇതായിരുന്നു എൻ്റെ 4th ടാറ്റു. ഒരു ഇൻഫിനിറ്റി സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറുത് അധികം പെട്ടെന്ന് ആൾക്കാർ നോട്ടീസ് ചെയ്യാത്ത ഭാഗത്ത് ടാറ്റു ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചെറിയ സിമ്പിൾസിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്. അപ്പം ഞാൻ അങ്ങനെ തപ്പിപ്പിടിച്ച് ക്യൂട്ടായിട്ടുള്ള സിമ്പിൾസ് നോക്കിയിട്ട് ഞാൻ എടുത്തത്. അപ്പം ഇത് ഇൻഫിനിറ്റി ഇതായിരുന്നു എൻ്റെ 4th. ഇതായിരുന്നു 5th. 2 ഹാർട്ടാണ്, ഒരു ബ്ലാക്ക് ഹാർട്ടും ഒരു റെഡ് ഹാർട്ട്. ദിസ് ഇസ് ഓൾസോ പ്രിറ്റി, ഐ ലൈക്ക് ഇറ്റ്. ഇതായിരുന്നു 5th ടാറ്റു. നെക്സ്റ്റ് 6th. അതിൻ്റെ കൂടെ ഞാൻ ചെയ്ത എൻ്റെ 6th ടാറ്റു വാസ് ദിസ്. കാണാമോ നിങ്ങൾക്ക്? ഇറ്റ്സ് എ മ്യൂസിക് സിമ്പിളാണ് എൻ്റെ 6th ടാറ്റു. മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാട്ട് ഓൾമോസ്റ്റ് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ഒക്കെ ഞാൻ പാട്ട് കേൾക്കുന്ന ഒരാളാണ്. ഓക്കെ, ഒരുപാട് പാട്ട് കേൾക്കും. അതേപോലെ പാട്ട് കൊച്ചിലോട്ടാണെങ്കിലും പാട്ട് കേട്ട് അതിൻ്റെ ലിറിക്സ് പഠിക്കുക, പാടുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മ്യൂസിക്കായിട്ട് എനിക്കൊരു കണക്ഷനുണ്ട്. എവിടെയെങ്കിലും ഇപ്പം ലൈക്ക് ഞാൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ട് ആക്ച്വലി. ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ലൈക്ക് ഒരു പ്രോഗ്രാം നടക്കുക, അതിനകത്ത് പാട്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കതിങ്ങനെ ഗൂസ് ബംസ് ഫുൾ നമുക്ക് രോമാഞ്ചടിക്കുന്ന ഒരു മൊമെൻ്റ് ഇല്ലേ, അതുപോലെയൊക്കെ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് മ്യൂസിക്കായിട്ടൊരു കണക്ഷനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ മ്യൂസിക് സിമ്പിളാണ് ഞാൻ എൻ്റെ 6th ടാറ്റു. നെക്സ്റ്റ് 7, 8 അല്ല, നെക്സ്റ്റ് എന്താ
ഓക്കെ, നെക്സ്റ്റ് വൺ 7th ടാറ്റു. ഓക്കെ, 8, 9, 10 ഒരുമിച്ചായിരുന്നു. 7th ടാറ്റു ആണ് അടുത്തത്. ദാറ്റ് ഈസ് ഗോ ലിവ്. അതാണ് എൻ്റെ ഇവിടുത്തെ ടാറ്റു. അത് ഞാൻ കാണിച്ചു തരാം. കാണോ? അതിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് നോക്കിയാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ഇതാണ് ടാറ്റു, ഗോ ലിവ്. എനിക്ക് ആ ടാറ്റു എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, ഓക്കെ, അതിൻ്റെ ഒരു ഹാൻഡ് റൈറ്റിംഗ്, അതിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടായിരുന്നല്ലോ, ദാറ്റ് അട്രാക്റ്റഡ് മീ ആക്ച്വലി. ഈ ഗോ ലിവിൻ്റെ അതായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഭാഗത്ത് ചെയ്യാനൊരു ടാറ്റു വേണമായിരുന്നു. അങ്ങനെ ഞാൻ ഈ നൈസ് റൈറ്റിങ്സ് നല്ലതെന്നൊക്കെ പറഞ്ഞ് തപ്പിയപ്പോഴത്തേക്കും ക്യൂട്ടായിട്ടൊരു മിനിമലിസ്റ്റിക് ആയിട്ട് തോന്നിയ ഒരു സാധനമായിരുന്നു ഇത്. അപ്പം ഇതിൻ്റെ ഈ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടുണ്ട്, അത് ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ അതായിരുന്നു 7th. ഇനി അടുത്ത 8, 9, 10. 8th ഈ ഫിംഗർ ടാറ്റു ആണ്. എൻ്റെ ഫസ്റ്റ് ഇതുണ്ടായിരുന്നു, ബട്ട് ഇത് സൈഡിലായതുകൊണ്ട് ഇവിടെ പിന്നെയും ഈ ഭാഗത്ത് പിന്നെയും മാംസം ഉണ്ട്, ലൈക്ക് ഫ്ലഷ് ഉണ്ട്. ടോപ്പ് പോർഷനിലില്ല. ഇത് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് പെയിൻഫുൾ ആണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിത് ഒട്ടും വേദിച്ചില്ല, അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതിൽ ഭയങ്കരമായിട്ട് ലിറ്ററൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ എല്ലിലിങ്ങനെ ഒരച്ചൊരച്ച് ചെയ്യുന്നത് പോലത്തെ ഫീലായിരുന്നു ഏറ്റവും പെയിൻ. പക്ഷെ എനിക്ക് കൂൾ വിളിക്കേണ്ടതൊന്നും വന്നില്ല, ബട്ട് ഞാൻ സ്വർഗം കണ്ടു ആ അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതാണത്. അപ്പോൾ ഇത് കണക്റ്റഡ് ഒന്നുമല്ല, ഇങ്ങനെ കണക്ഷൻ ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല, നോക്കിയാൽ അറിയാം. അത് 2 ലീഫ് പോലെ വന്നിട്ടുള്ള ടാറ്റു. ഐ ലൈക്ക് ഇറ്റ്. നമ്മൾ കൈ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രസമില്ല. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ടാറ്റൂസൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ വീട്ടുകാർക്ക് ഒരു വട്ടം ഇങ്ങനെ വരുന്ന സമയത്ത്, വീട്ടുകാരെ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അങ്ങനെ അവർ അവിടെ ഇവിടെ നിന്ന് കണ്ടിട്ടുള്ളൂ, വീഡിയോ കോളാണല്ലോ എന്നെ വിളിക്കാറുള്ളത്, ഞാൻ അധികം കാണിക്കാറില്ല. അപ്പം അങ്ങനെ ഞാൻ ചെയ്തത്. പിന്നെ ചാരും എന്നെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട, ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടുകാരുടെ പെർമിഷൻ വാങ്ങിക്കുക, അവരുടെ സമ്മതത്തോടെ തന്നെ ചെയ്യുക. അധികം സീൻ ഒന്ന് ഫസ്റ്റ് വൺ ചെയ്തതുകൊണ്ട് പിന്നീട് വലിയ സീൻ കാണില്ല എന്ന് എനിക്ക് തോന്നിയോണ്ടാട്ടോ ഞാൻ ചെയ്തത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതായിരുന്നു എൻ്റെ 8th ടാറ്റു. ഇനി അടുത്തത് 9th ടാറ്റു. ഓക്കെ, ഇത് ഈ ടാറ്റു കാണാവോ? അമ്മയെ കാണിക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു സ്മൈലി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു സ്മൈലിംഗ് ഫേസ് പോലെ തോന്നുന്നില്ലേ? കൈ എനിക്ക് വളരെ ആകർഷണീയമാണ്. ഇത് സ്മൈലിംഗ് ഫേസ് പോലെ തോന്നില്ല. ഇത് ബേസിക്കലി ഒരു സൺ, മൂൺ ആൻഡ് സ്റ്റാർ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു കഥയുണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒന്നിച്ചൊരു ഫ്രണ്ട്ഷിപ്പ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളൊരു 3 ഗേൾസ് നമ്മൾ ഒന്നിച്ചൊരു ഫ്രണ്ട്ഷിപ്പ്. അതിൽ ആ മീറ്റിൽ നമുക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരു ദിവസം റാൻഡമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ വന്നൊരിതായിരുന്നു. നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് 3 പേർക്കും ടാറ്റൂസ് ഉണ്ട്. 3 പേർക്കും ടാറ്റൂസ് ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? 3 പേർക്കും ടാറ്റൂസ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് 3 പേർക്കും ടാറ്റൂസ് ഉണ്ടല്ലേ, നമുക്ക് ടാറ്റു ചെയ്താലോ എന്നായിരുന്നു ഒരു കോൺവെർസേഷൻ. നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ടാറ്റു പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ടാറ്റു പിന്നെ നമുക്ക് ഉറപ്പുമായിരുന്നു നമ്മളൊരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. കാരണം നമ്മൾ 3 പേരും ടാറ്റൂസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ടാറ്റൂസ് ഇഷ്ടമുള്ള ആൾക്കാർ. ഒന്നിൽ കൂടുതൽ ടാറ്റു 3 പേർക്കും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ വി ഡിസൈഡ്. അപ്പോൾ നമ്മളിത് ഓരോരുത്തർ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനായിരുന്നു സൺ, മറ്റവർ 2 പേരായിരുന്നു സ്റ്റാറും മൂണും. പിന്നെ റിസൈനൊക്കെ ചെയ്ത് വന്നു. അവരും പല വഴിക്ക് പോയി. അവരും 2 പേര് റിസൈനൊക്കെ ചെയ്തു. അവർ സെപ്പറേറ്റ് ആയി. അവരും എങ്ങോട്ടേക്കും അവരൊക്കെ ദൂരെ പോയി. ബട്ട് സ്റ്റിൽ നമുക്കിത് കാണുമ്പോൾ ഒരു ഗുഡ് മെമ്മറീസ് എന്നൊരിതുണ്ടാവില്ല. അതേപോലെ ഐ ആം ഹാപ്പി വിത്ത് ഇറ്റ്. അതാണ് എൻ്റെ ഈ ടാറ്റൂയുടെ സ്റ്റോറി. സൺ, മൂൺ, സ്റ്റാർ. അപ്പോൾ I considered myself as a sun because I like to shine. എനിക്ക് ഇങ്ങനെ എല്ലായിടത്തും സ്പോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിലെ തൊട്ട് അങ്ങനെ. അപ്പോൾ അത്. പിന്നെ ഇനി എൻ്റെ ലാസ്റ്റ് ടാറ്റു എൻ്റെ ഈ സൺ ഐഡൻറ്റിറ്റി ആയിട്ട് റിലേഷൻ ഉള്ളതാണ്.
എൻ്റെ ലാസ്റ്റ് ടാറ്റു ഇസ് ദിസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ടാറ്റു. ദിസ് ഇസ് യു ആർ മൈ സൺഷൈൻ. ഓക്കെ, അതാണ് എൻ്റെ ലാസ്റ്റ് ടാറ്റു. അപ്പോൾ ആ ടാറ്റു ഞാൻ ഇതേപോലെ തന്നെ എനിക്ക് ഈ ഭാഗത്തൊരു ടാറ്റു വേണമെന്നുണ്ടായിരുന്നു. ഈ ഗോലവ് എടുത്തില്ല, അതേപോലെ ഈ ഭാഗത്തൊരു ടാറ്റു വേണമെന്നുണ്ടായിരുന്നു. ആൻഡ് സൺ ഐഡൻറ്റിറ്റിയിലൊക്കെ നിന്ന സമയമായതുകൊണ്ട് സണ്ണായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും മഞ്ഞൾ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ പിൻട്രസ്റ്റിൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. പ്രത്യേകിച്ച് നമ്മൾ ഓരോരോ പോർഷൻസ് നമ്മളിങ്ങനെ ഏത് പാർട്ടാണ് ലൈക്ക് എൽബോ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഫോറാമിലാണ് വേണ്ടത്, അങ്ങനെ നമ്മൾ എവിടെ സെർച്ച് ചെയ്താലും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടാറ്റു ഐഡിയാസ് വരും. അപ്പം അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഈ സെയിം പോർഷനിൽ തന്നെ ചെയ്തൊരു ടാറ്റുയുടെ ഒരു ഇമേജാണ് എനിക്ക് കിട്ടിയത്, യു ആർ മൈ സൺഷൈൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ കൊള്ളാലോ. അപ്പോൾ എൻ്റെ തന്നെ സൺഷൈൻ ഞാനാണ് സൺ. അപ്പം എന്നെ അങ്ങനെ ഞാൻ കൺസിഡർ ചെയ്തിട്ട് ഞാൻ ചെയ്ത ടാറ്റു ആണ്. അപ്പോൾ അതാണ് എൻ്റെ ലാസ്റ്റ് ടാറ്റു. അപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് ടാറ്റു ചെയ്തിട്ടൊരു 8-9 അല്ല, ലാസ്റ്റ് ഡിസംബറിലങ്ങാണ്ടാണ് ഞാൻ ലാസ്റ്റ് ഈ ടാറ്റു എല്ലാം ചെയ്തത്. ഇപ്പം ഒരു ലോങ് ബ്രേക്ക് ആയി ആക്ച്വലി, ബിക്കോസ് ഇപ്പോൾ 10 ആയല്ലോ. ഇനി 2-3 പ്ലേസോട് എനിക്ക് ഐഡിയ ഉണ്ട്, ബട്ട് ഇപ്പോൾ ഉടനെ ഇല്ല, പതുക്കെ ഉള്ളൂ. എനിക്കൊന്നും ഇവിടെ ബാക്കിൽ ചെയ്യണമെന്നുണ്ട്, കഴുത്തിൻ്റെ ഇച്ചിരി താഴോട്ടായിട്ട് ആ ഒരു പോർഷനിൽ ചെയ്യണമെന്നുണ്ട്. പിന്നെ കാലിൻ്റെ ആംഗിളിൽ എവിടെയെങ്കിലും വരുന്നത്, അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം എൻ്റെ എല്ലാ ടാറ്റൂസ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ 10 ടാറ്റൂസ്. എൻ്റെ ഇപ്പോൾ ഓൾറെഡി 10 ടാറ്റൂസ് ഉണ്ട്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എല്ലായിടത്തും എത്ര ടാറ്റൂസ് ഉണ്ട്, 10 ടാറ്റു ഉണ്ട് എന്ന് പറയുമ്പോൾ 10 ടാറ്റു ഉണ്ടാ എന്നാണ് എല്ലാവരുടെ റിയാക്ഷൻ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ നോക്കി എന്ന് വെച്ചിപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എത്ര ടാറ്റൂസ് നിങ്ങൾക്ക് കാണാം? 2 ഈ 2 മാത്രം കാണാം. അതേപോലെ ഞാൻ ഇപ്പം ഇങ്ങനെ കാണിക്കുകയാണെന്ന് ഇതും കാണാം, ഇത് കാണാം, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾ പറയുമായിരിക്കും എന്താ ഇല്ല കൂടുതൽ കാണാമെന്നൊക്കെ പറയുന്നത്. കാണാൻ പറ്റും, ബട്ട് എൻ്റെ ഒരു സന്തോഷം ലൈക്ക് അറ്റ് ദ എൻഡ് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ സെൽഫ് ഹാപ്പിനെസ്. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പം എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒക്കെ സബലീകരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആൻഡ് ഫൈനലി ഐ ഹോപ്പ് യു വിൽ സ്റ്റേ ഹാപ്പി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വ്ളോഗ്. ഇതിപ്പോൾ ഒരു 22 minutes ആയി. അപ്പോൾ ഞാനിത് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞാനിനി നെക്സ്റ്റ് വീക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആരും മറക്കരുത്, എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഹഗ്സ്. അപ്പോൾ അത്രേ ഉള്ളൂ. See you on my next vlog. ഞാനൊരു പോളിടാം, പോളല്ല ഒരു പോസ്റ്റ് പോലെ ഇടാം. എൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ്സ് എഴുതൂ, അത് വേണോ ഓക്കെ. ഞാൻ രണ്ട് ഓപ്ഷൻ ഇടാം, ഞാൻ ചോദിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കൺ ഞെക്കിക്കോ, സോ ഞാൻ പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾ നോട്ടിഫൈ ആവും. ഓക്കെ, അപ്പം ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം. ഞാൻ പതുക്കെ വളർന്നു വരുന്നൊരു യൂട്യൂബറാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്, see you on my next vlog. Bye, love you.